Salam habibi, 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 salam habibi. മണി അവര് നമ്മുടെ എയർ ഹോസ്റ്റസ് എന്താണ് മണിയോട് ചോദിച്ചത്? എന്താണ് ഇത് ഇപ്പോൾ വന്നു പോയി പെണ്ണല്ലേ? അവർ ചോദിച്ചത്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും പക്ഷെ എനിക്ക് മനസ്സിലായി, എൻ്റെ കല്യാണം കഴിഞ്ഞോന്ന് അവർ ചോദിച്ചേ. അപ്പോൾ എന്തായിരുന്നു മറുപടി പറഞ്ഞത്? ഞാൻ പറഞ്ഞ് ഈ എന്താ പറയാ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരില്ലേ ഈ സാധനം കൊടുത്തപ്പോൾ അവർ പറഞ്ഞേ കല്യാണം കഴിയാത്ത ആൾക്കാർ ഇത് മേടിക്കില്ല എന്ന്, കുട്ടികൾക്ക് ഇടുന്ന സാധനമാണ്. കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞില്ല എന്ന് അവരോട് നുണ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ? എനിക്കാ എന്ത് ഉദ്ദേശം? ഞാനാകെ പറയുമ്പോൾ ഞാൻ കല്യാണം എൻ്റെ സ്വന്തം ഭാര്യ എന്ന് പറയില്ലേ, എൻ്റെ സ്വന്തം ഭാര്യയാണ്. 2 കല്യാണം കഴിച്ചിട്ടല്ല, ആ ഒരു ഭാര്യയുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം ഭാര്യയുടെ പേര് നിമ്മിന്ന. നമസ്കാരം ബാബേട്ട, നമസ്കാരം. ഞാൻ നിങ്ങളോടൊന്നല്ല വന്നേ, ഞാൻ ഈ കൂടുതലും ലേഡീസ് ആയിട്ടുള്ളൊരു, അപ്പോൾ ഞാൻ ചോദിക്കണത് പേരെന്താണ്? ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ. നിങ്ങൾ ആരാണ് ആ സ്ത്രീയുടെ? ഹസ്ബൻഡ്. അപ്പൊ നിങ്ങള് ഹസ്ബൻഡ് പണിക്കറാണോ? ഹസ്ബൻഡ് പണിക്കറല്ല, ഹസ്ബൻഡ് അല്ലല്ലേ. ഈ ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് പണിയുന്ന ആൾക്കാരുടെ പേര് കാറ് പണിക്കാർ, അല്ലെങ്കിൽ കല്ല് പണിയുന്ന ആൾക്കാരുടെ പേര് കല്ല് പണിക്കാർ, അല്ലെങ്കിൽ വീട് പണിയുന്ന ആൾക്കാർ വീട് പണിക്കാർ. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങളെ ബിന്ദു പണിക്കാർ എന്ന് വിളിക്കണേ? ഇല്ല, ഒരുപാട് പണിക്കാരൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു ബിന്ദുവിൽ നിന്ന് പണിയുന്ന ഒരു പണിക്കാർ, അതാണ് ബിന്ദു പണിക്കാർ. ഓക്കെ, താങ്ക് യു. സാധാരണ ഫ്ലൈറ്റിൽ പോകുമ്പോൾ സൈഡിലെ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഓൺ ചെയ്യാനാണ് പറയാറ്, പക്ഷെ അത് അടച്ചിടാനാണ് നമ്മുടെ ക്യാമറാമാൻ പറയുന്നത്. എന്നിട്ട് ജോലിച്ചിരിക്കണ സ്ഥലത്തെ ലൈറ്റ് ഓൺ ചെയ്യൂ, ഞാൻ ഇരിക്കണ സ്ഥലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന്. ഞാൻ ഇങ്ങനെയും ജോലിസിനെ നല്ല വെളുത്തിരിക്കണേ, പകലായിട്ട് ഒരുപാട് അജഗജാന്തര വ്യത്യാസം. എന്തായാലും ഞാൻ ചോദിക്കുകയാണ്, മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകൻ ആരാണെന്ന് ജോസിനിക്ക് പറയാൻ പറ്റുമോ? കലാഭവൻ മണി തന്നെ.
അവരുടെ മുഖത്തു നിന്ന് ആ ഭാവം ഞാൻ മനസ്സിലാക്കി. കലാഭവൻ മണി തന്നെയാണെന്നാണ്. ഒരു ഉത്തരം പോലും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെയല്ലേ. താങ്ക് യു ജോത്സ്ന, താങ്ക് യു വെരി മച്ച്. Yeah. They speak. About Kerala? Yeah, it's like Kerala. I didn't watch the movie of Kerala yet, Yeah. but I'm gonna watch Which picture? the one you write it down for me, you know? Yeah. Raja? This one here. Yeah. I wanna watch this one. The Vasanthiyum? Yeah. Lashmiyum. He was blind, you know? Yeah. Thank you very much. No problem. Okay, thank you. നാദർഷ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പരസ്യത്തിൻ്റെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുക. അവന് ചെറിയൊരു സംശയം. എന്താണെന്നറിയാമോ? പ്രോഗ്രാമിലുണ്ടോ എന്നുള്ളത്. അതെ, നമുക്ക് ചോദിച്ചു നോക്കാം. നാദർഷ, നീ പ്രോഗ്രാമിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ് നീ നോക്കണേ. അല്ല, നീ മൊത്തം നോക്കിയാ? ഞാൻ നീ ഇതിനകത്ത് ഉണ്ടാവും നോക്കിയാണ്. ഏത്? നീ ഇതിനകത്ത് ഉണ്ടാവും നോക്കിയാണ്. എന്റെ മുഖം കറുപ്പായതുകൊണ്ട് കാണുന്നില്ലടാ. നവിയ, നമസ്കാരം. ഞാൻ I am just the interview. Okay, this one Yeah. rings the bell in the back. Where? Who is that fellow? ആരെ വിളിച്ചേ? I am sorry. Okay. നവ്യ, സാധാരണ നമ്മൾ ഓരോരുത്തരുടെ പേരിന് മുമ്പിൽ ഇപ്പോൾ എൻ്റെ പേര് വിളിക്കുന്ന കലാഭവൻ മണി എന്നാണ്. പക്ഷെ എൻ്റെ പേര് മണി എന്ന് പറയുമ്പോൾ നമുക്കൊരു വെയിറ്റ് ഇല്ല. പക്ഷെ എൻ്റെ മുമ്പിൽ ഞാൻ കലാഭവൻ എന്ന് വെച്ചത് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില ആൾക്കാർ വിളിക്കും ഇപ്പോൾ കാവ്യ മാധവൻ, അല്ലെങ്കിൽ മീര ജാസ്മിൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ നവ്യയ്ക്ക് സ്വന്തം വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ നവ്യ നായർ എന്ന് വെച്ചത്? അല്ല, എന്താ കാരണം? അപ്പൂപ്പനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ജാതി അതായതുകൊണ്ട്. അപ്പൂപ്പൻ, കാവ്യയുടെ അപ്പൂപ്പൻ നായരാന്നാ പറയുന്നത്. അതുകൊണ്ടാണ് സോറി, നവ്യയുടെ അപ്പൂപ്പൻ നായരാന്നാ പറയുന്നത്. അതുകൊണ്ടാണ് നായർ പിടിച്ച പുലിവാൽ എന്ന് വെച്ചത്. മുഖമറയ്ക്കും മാലല്ല എഴുതും മീനല്ല മറക്കുടയ മുഖമറയ്ക്കും മാലല്ല എഴുതും മീനല്ല Oh
ആടിപ്പുഴ ചേരാണ് വെള്ളിയാട്ടെന്നിന്റെ മുഖത്തിക്കറിയെ ഒത്തോട് മണിക്കൊണ്ടാണ് കസൂരി കാറ്റു വന്നു കൊണ്ടു കന്ന പൂമണം നിന്റെ പോകമിന്നി മാറ്റ കൊള്ളിടും ഉള്ളിനുള്ളി കൈയിറക്കും ചിരുമഴ കാലം മരക്കുടയ മുഖമറയ്ക്കും മരക്കുടയ മുഖമറയ്ക്കും മാനക മതികരുപ്പാൽ കിഴിയെഴുതും നീനക ഊരിനാവറിയ ഉണരേണയിൽ മുല്ലയാടിയ പൂവല്ലിയിൽ അവളല്ലിയാവളല്ല കുഞ്ഞുപെണ്ണ് കുറുകിന്റെ മരക്കുടയാൽ മുഖമറയ്ക്കും മാനക മതികരുപ്പാൽ കിഴിയെഴുതും നീനക മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തന്നെ എന്ന പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ എന്ന ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ഇന്നത്തെ സംഗീതം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത് രണ്ടുപേരാണ്. ഒന്ന് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകമായ മിസ്റ്റർ നാദൃശനും, അതോടൊപ്പം തന്നെ സംഗീത വിമർശകനായ TP ശാസ്ത്ര മൺകുടവും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സംഗീതത്തോട് യോജിപ്പില്ലാത്ത കാര്യങ്ങളാണ്. ഇദ്ദേഹം സംഗീതത്തിന് ഉയർത്തിയും പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കിവിടെ കേൾക്കാം. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന മിസ്റ്റർ TP ശാസ്ത്ര മൺകുടവാണ്. അപ്പോൾ താങ്കൾ ഈ മലയാള സിനിമാ ഗാനങ്ങളെ വിമർശിക്കുന്നു എന്ന് ഞാൻ കേട്ടു. എന്തുകൊണ്ടാണ് ഈ മലയാള ഗാനങ്ങൾ വിമർശിക്കുന്നത്? മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മലയാള സിനിമ ഗാനങ്ങളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചക്കാരി ഛർദ്ദിച്ച പോലെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഈ പിച്ചക്കാരന് പല വീട്ടിൽ നിന്നുള്ള ഫുഡ് ഒരു വീട്ടിൽ നിന്നല്ലല്ലോ. അതുമാതിരി മലയാള സിനിമ ഗാനങ്ങളെ കവർന്നു വിടുന്ന ട്യൂണിൽ അടിച്ചു മാറ്റിയിട്ടെടുക്കാം. എന്റെ അഭിപ്രായം അങ്ങനെ ഒരിക്കലും പറയാൻ എത്ര നല്ല മലയാള ഗാനങ്ങൾ നല്ല സമയങ്ങളിൽ നല്ല ഗാനമില്ലേ? പിന്നെ മറ്റേ മനസ്സിന്റെ കാര്യം ആ പാട്ട് പാടി നോക്കും. അതിനെ വിമർശിക്കാൻ കഴിയില്ല. ഇവിടുത്തെ വരികൾ എന്താ വരികൾ മനസ്സു മനസ്സിന്റെ കാതിൽ മന്ത്രിക്കും മധുവിരുരാത്രി മന്ത്രിക്കും മധുവിരുരാത്രി മന്ത്രിക്കും മധുവിരുരാത്രി മന്ത്രിക്കും അതും ഏത് മന്ത്രിക്കും അതും രാത്രി നിങ്ങൾ കവിയത് വ്യക്തമാക്കൂ. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിക്കും അതും ഇതും രാത്രി അതൊരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം അല്ലെ ഞാൻ ചാടി എനിക്ക് ശമ്പളം തരില്ല എന്റെ MD. അതുകൊണ്ട് ചാടി കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തേക്ക് കിടക്കാം. അതായത് 70 കാലഘട്ടത്തിലെ ഗാനങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും. പക്ഷെ 80-85 കാലഘട്ടത്തിൽ നല്ല നല്ല ഗാനങ്ങൾ നൽകിയിട്ടുണ്ട്, അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിനീത് അഭിനയിച്ചൊരു പാട്ടുണ്ട് ആരെയും ഭാവനായകനാകും. ആരെയും ഭാവനായകനാകും ആത്മസൗന്ദര്യമാണു നീ ആരെയും ആരെയും ഭാവഗായകനാക്കുന്ന ഏത് ഭാവേ നടന്ന സമാവ്യം അല്ലെങ്കിൽ കത്തോലിക്ക ഭാവം ഏത് ഭാവയാണ് പറയൂ. ഇദ്ദേഹം പറയുന്ന ചില കാര്യമുണ്ട്. പക്ഷെ താങ്കൾ വിമർശിക്കേണ്ടത് ഇതുപോലുള്ള ഗാനങ്ങളില്ല. കാരണം കലാഭവമണി എന്നുള്ള മഹാകവി എന്ന ചില ഗാനങ്ങളുടെ പാടുന്ന ഗാനങ്ങളുണ്ട്. അതിനെതിരെ തെറിയാനാണ് കംപ്ലൈന്റ്. അതിന് ഈ പെണ്ണുങ്ങളെ പറഞ്ഞിരിക്കുന്നത് വളരെ വൃത്തിയായിട്ട് രീതിയിലാണെന്നാണ് പറയുന്നത്. കലാഭവമണിയുടെ പാട്ടിൽ സ്ത്രീകളെ പറ്റി നല്ല അഭിപ്രായമല്ലേ? സീമക്കൊന്നയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞു നിങ്ങളുടെ കവി സ്ത്രീകളെ പറ്റി എന്താ പറഞ്ഞിട്ട്? മലയാള സിനിമാ ഗാനങ്ങളിൽ സ്ത്രീകളെ നല്ല രീതിയിൽ പറഞ്ഞിരിക്കണം. അല്ലാതെ നിങ്ങളുടെ തോന്നിയ അല്ല മുല്ലപ്പൂമ്പല്ലിയോ സ്ത്രീകളെ നന്നായി പറഞ്ഞു. മുല്ലപ്പും കല്ലിലോ കവിളിലോ കല്ലിവരവിളിലോ ഞാൻ വൈകി
മണിക്കാട്ടിലെ മലങ്കുറവാ. അത് ഇവിടെ വന്ന് പറഞ്ഞ കാര്യമല്ല, വല്ലതും കഴിക്കണം. എന്തിന്? എന്നിട്ട് പറയാം മല കുറവാണോ കുറവില്ലാണോ. ഞാൻ ഇവിടെ വന്നിട്ട് മലങ്കുറവാ ഇടോ മലങ്കുറവാന്ന് മലങ്കുറവാന്ന് വേറെ വാങ്ങുന്നത്. പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ അപ്പൊ അദ്ദേഹം പറയുന്നത് എന്തോ കുഴപ്പമുള്ളതെന്ന് മനസ്സിലായി. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കലാഭവമണി സിനിമയിൽ പാടുന്നത് അതേപോലെ ദാസേട്ടൻ സിനിമയിൽ പാടുന്നത്, പക്ഷെ ദാസേട്ടനേക്കാൾ കൂടുതൽ കാശ് കലാഭവമണി മേടിക്കുന്നു എന്നറിയുന്നു. ഈ ദാസേട്ടൻ കലാഭവമണി തമ്മിൽ വ്യത്യാസം എന്താണ്? എന്താണ്? ഈ കലാഭവൻ പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയില്ല. അവൻ പഠിച്ച് വന്നാറാണിയടുത്തൊക്കെ പറഞ്ഞല്ലോ കാശ് കൂടും. കാശ് കൂടുന്നത് അപ്പൊ അത് കാശ് കൂടി മേടിക്കാമെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ ഈ സംഗീതത്തെ വിമർശിക്കുന്നുണ്ടല്ലോ. പല കായികമാരെയും കുയിൽ നാദമായിട്ടാണ് പറയുന്നത്. കുയിൽ കൂവുന്നത് എന്തുകൊണ്ടാണ്? കുയില് പോകുന്നത് പേടിച്ചിട്ട് എന്താണ് കാരണം? കുയില് പാട്ട് പാടിയെന്ന് റോയിക്ക് ചോദിക്കുന്നേ. അതുകൊണ്ടല്ലേ കുയില്. അതുകൊണ്ടാണ്. ഹലോ പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സാധാരണ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി പാട്ടുകളാണ് മലയാളത്തില്. മലയാളത്തിൽ ഇപ്പൊ അടുത്തറിയോ ഫോട്ടോ കൊടുത്തൽ എന്തായാലും പല്ലിന് കമ്പനിയിൽ പറഞ്ഞാൽ ആ ഫോട്ടോ കൊടുത്തല്ലേ എന്താണ് കളി. ആ പാട്ടിൽ നല്ല പാട്ടിൽ അത് കേട്ട താനും തുള്ളും. ഞാനും തുള്ളും, എല്ലാരും തുള്ളും, തുള്ളണേ തുള്ളിക്കോട്ടെ. ഞാനുള്ളാം. ലജ്ജാവതിയെ നിന്റെ കള്ളകള കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളകള കണ്ണിൽ, ആളമ്പോ കമലക്കാരോ നേനോ കേട്ടിരാവോ, അമഴമുത്തോ മല്ലിക്കൊടുത്തോ മീനോ മാറിയിട്ടോ വേണ്ട. ഒരു പെണ്ണിന്റെ കണ്ണിൽ പോകുന്നൊക്കെ മാക്സിമം പോയി. താഴം പോവും, താമര പോവും, കലക്കണ്ണ്, കണ്ണിന് ഇത്തിരി പൊടി പോയാൽ മനുഷ്യൻ നടക്കാൻ പറ്റുന്നത് ഇവിടെ. പിന്നീട് ഒരു പെണ്ണിന്റെ കണ്ണിൽ ഇത്രയും സാധനങ്ങൾ കഴിച്ചില്ല. അങ്ങനെ ഈ ഭാഗം വൃത്തിയായിട്ട് പാടുകൾ ഇവിടെ വേണ്ട. ഈ പാട്ട് കേട്ടപ്പോ ഞാൻ തുള്ളിയല്ല എന്റെ കിടക്കുന്ന ഒരു മോട്ടർ വെള്ളം വെക്കാൻ വെച്ചാൽ അത് സമ്മതിക്കില്ല. അപ്പൊ ഈ സംഗീതത്തിനെ താങ്കൾ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാഴ്ച എന്ന പറയുന്ന സിനിമയില് ഡപ്പ് ഡപ്പ് ജാനിക്കുന്ന ഒരു പാട്ട് ഇറങ്ങിയിട്ട് കുട്ടികൾ വരെ തുള്ളുന്നുണ്ട്. നമുക്ക് ആ പാട്ടിന്റെ രംഗങ്ങളും ആ പാട്ടും ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് തുള്ളി പോകാം.
പ്രേമചിത്തിരം പൊട്ടിയ മുത്ത് ചക്കരത്തുണ്ട് ചുണ്ടരി പെണ്ണ് പഞ്ചാര കുന്നിലെ പച്ചക്കരിമ്പ് പ്രേമചിത്തിരം പൊട്ടിയ മുത്ത് ചക്കരത്തുണ്ട് ചുണ്ടരി പെണ്ണ് പഞ്ചാര കുന്നിലെ പച്ചക്കരിമ്പ് ഇന്ന് പുഞ്ചിരി തഞ്ചണ പുന്നാര കുട്ടിക്ക് കല്യാണരാവാണ് മെഹർബാ മെഹർബാ കള്ളി പെണ്ണേ മെഹർബാ
ബഹർവാ കഞ്ചകപ്പൂം ചെണ്ടിനൊത്തൊരു മുത്തേ ബഹർവാ നാളെ ഇരസപ്പും കാവനത്തിന് മധുവിതുവല്ലേ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി താരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിപാടി അവതരിപ്പിച്ചു. ദേ പുറകിലൊരു സൂപ്പർ സ്റ്റാർ വന്നിരിക്കുന്നുണ്ട്. ആ സൂപ്പർ സ്റ്റാറിനെ വിളിക്കട്ടെ. സ്വന്തമായിട്ട് സ്വർണ്ണക്കട തുടങ്ങി അതിന്റെ പരസ്യം സ്വന്തമായിട്ട് തന്നെ ചെയ്യണ ആ സൂപ്പർ സ്റ്റാറിനെ ഒന്ന് വിളിക്കട്ടെ. വന്നേ സൂപ്പർ സ്റ്റാർ. ഇത്ര നേരം നമുക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു, സ്വസ്ഥത ഉണ്ടായിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് നമുക്ക് അസ്വസ്ഥരാകാം. ഗൾഫിലെ കേരളം എന്നറിയപ്പെടുന്ന സലാലയിൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു കട്ട്ലറ്റിന്റെ പുതിയ ഷോറൂം കട്ട്ലറ്റ് ജ്വല്ലറി. ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. സലാലക്കാരുടെ ചെവിയും പോയി കിട്ടും. അതെ, കട്ട്ലറ്റിന് ഇനി എന്താ ആഗ്രഹം? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടിക്ക് ഡബ് ചെയ്യണമെന്നാണ്. അത് ആഗ്രഹമല്ല, ദുരാഗ്രഹം. ഞങ്ങളുടെ ഏറ്റവും പുതിയ ഓഫർ, ഞങ്ങളുടെ സ്വർണ്ണക്കടയിൽ നിന്നും സ്വർണം മേടിച്ചാൽ 2 ഗ്രാം സ്വർണം മേടിച്ചാൽ ഒരു ടയോട്ട പൊറോട്ടയല്ല ടയോട്ട സമ്മാനമായി ലഭിക്കും. അത് കൊള്ളാലോ. എന്നാ പിടിച്ചാൽ പിടി 2 ഗ്രാം സ്വർണം തന്നിട്ട് എനിക്ക് ടയോട്ട സമ്മാനമായിട്ട് ടയോട്ട. ഇന്നാ പിടിച്ചോളൂ ടയോട്ട. കൊള്ളാലോ. ഇതെന്താ ടൈ ഒരു ഓട്ടോയിട്ട് തന്നിരിക്കണേ? ഇതാ ടൈ ലോട്ടയിട്ട് കൊടുക്കുന്നു ടയോട്ട. എന്റെ ഏറ്റവും പുതിയ ഓഫർ, അതായത് എന്റെ പുതിയ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് വരുന്നവർക്ക് കലാഭവൻ മണിയും അതുപോലെ തന്നെ മധു ബാലകൃഷ്ണനും ചേർന്ന് ആലപിക്കുന്ന കുട്ടനാടൻ കായലിലെ എന്ന ഗാനം ഇവിടെ കേൾക്കാവുന്നതാണ്. പാണ്ഡന്മാരുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ ഖണ്ഡിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ ഖണ്ഡിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിന് വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തിന് മീനും പിടിക്കണം. വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമിത്തി മൃദൈ. അമ്പിളി ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതി മൃദൈ. കുട്ടനാടൻ കായലിൽ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കകറുമ്പി. അന്തിക്കൂടെ കമഴ്ത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ചെറുതിരതുള്ളും തിര മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം. തിര ചെറുതിരതുള്ളും തിര മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം. ഒരു തിര ഇരുതിര ചെറുതിര മറുതിര. തിരക്കരയോട് തിരമല്ലേ കടലിന്റെ കഥ ചൊല്ലി. തിരയോട് കരമല്ലേ മലയുടെ കഥ ചൊല്ലി. അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി. അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടകഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ. കുട്ടനാട കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കകറുമ്പി. അന്തിക്കൂടെ കമഴ്ത്തി ഞാൻ നീളങ്കല്ല് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുള്ളി 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 പുള്ളിക്കുയിലേ. കള്ളിക്കുയിലേ
അലകടലല അലയിളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം ഹേ അലകടലല അലയിളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം തിരവിരൽ തൊട്ടു മണത്തരി അതിലൊരു നുര ചെറുപത നുര നുര കരയിലെ മണലിനു കടലൊരു കുറി ചൊല്ലി കുറിമാനമെടുത്തൊരു തെന്നലിനു കരം നൽകി തെന്നലത് പറ പറ നഗലത്തെ മുളയും തെന്നലിന്റെ കരളിലെ കനവിനും പടം നൽകി മുളവാടി കാറ്റാടി കാറ്റിന്റെ കഥയെല്ലാം നാടറിഞ്ഞേ കാടറിഞ്ഞേ കുട്ടനാടകായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കടത്തറുമ്പി അന്തി കൂടെ കവട്ടി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ കുഞ്ഞിക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തില് മീനം പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിമി തിമൃതൈ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതി മൃത കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കകക്കറുമ്പി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ നിളങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കകക്കറുമ്പി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ നിളങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കാട്ടിലുള്ള കരടിയും പുലിയും ഒക്കെ ഇപ്പോ യഥേഷ്ടം നാട്ടിലിറങ്ങി നടക്കുന്ന കാഴ്ച പതിവാണ്. ഇതാ ഇവിടെയും ഒരു കരടി ഇറങ്ങിയിരിക്കുന്നു. ഈശ്വര, ഇത് ഫോറസ്റ്റ് ഗാർഡല്ലേ? ഇയാൾക്കെന്താ ഭ്രാന്തായ? പട്ടാപ്പകല് തൂക്കൊക്കെ ഇട്ട് ആളെ പിടിപ്പിക്കാൻ. അയ്യോ, 3 ടയറുള്ളല്ലോ, ഒരു ടയറോടെ പോയി. ഓ, ഓട്ടോറിക്ഷയാണല്ലോ. സാറെന്താ ഈ ആളിങ്ങനെ പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ചത് ഞാനാണോ? നീയല്ലേ? എടാ, ഇപ്പൊ ഇതുവഴി അങ്ങാനും ഒരു കരടി വന്നോ? കരടിയോ കൊരങ്ങോ? കൊരങ്ങാണെങ്കി ഇപ്പൊ എന്റെ മുമ്പിലുണ്ട്. എവിടെ എവിടെ കൊരങ്ങ്? ഊതരുത്, ഞാൻ പറന്നു പോകും. അല്ല, സാറെന്താ ഈ തോക്കും കൊണ്ട് നിന്ന് വിറയ്ക്കുന്നത്? ദേഷ്യം കൊണ്ട്. ഇന്ന് സർക്കസിൽ നിന്ന് ഒരു ചരടി കാടി, അല്ല ഒരു കരടി ചാടി. ആള് അപകടകാരിയാ. ഇപ്പൊ തന്നെ 2 പേരെ വലിച്ചു കീറി കൊന്നു കഴിഞ്ഞു. ഇനി അവനെ എവിടെ കണ്ടാലും വെടിവെക്കാനാ കളക്ടറുടെ ഓർഡർ. ഇപ്പൊ എന്റെ അച്ഛൻ ഉണ്ടാവണായിരുന്നു. തുമ്പിയെ പിടിക്കും പോലെ പിടിച്ചാനില്ല എന്റെ അച്ഛൻ കരടിയെ. എന്താ നിന്റെ അച്ഛൻ കരടി പിടുത്തക്കാരനാ? കരടിയോ? അതൊക്കെ അച്ഛന് നിസാരം. മെയിൻ ഐറ്റം പുലിയാണ് സാറേ. പുലിയോ? ആ, അച്ഛൻ പണ്ട് മിലിറ്ററിയിലായിരുന്നു. ഒരു ഓഫീസറുടെ ഭാര്യയ്ക്ക് പുലിനഖം വേണോന്ന് പറഞ്ഞപ്പോ പുലിയുടെ നഖം പറിക്കാൻ ഒറ്റയ്ക്ക് പുലിമട കയറിയ ആളാ എന്റെ അച്ഛൻ. ഒറ്റയ്ക്ക് പുലിമട കയറിയോ? പിന്നെ എന്നും പറഞ്ഞു ഒറ്റ കേരളായിരുന്നു അച്ഛൻ. എന്നിട്ട് പുലിനഖം കിട്ടിയോ? പിന്നെ കിട്ടി. പുലിയുടെ അല്ല, അച്ഛന്റെ നഖം. പക്ഷെ 4 ദിവസം തപ്പണ്ടി വന്നു. അയ്യോ, അതെന്ത് പറ്റി? ബാക്കിയെല്ലാം പുലി തിന്ന്. ആ, അതാ പറയുന്നത്, ഗതി കെട്ടാ പുലി പുല്ലും തിന്നു. ആക്കല്ലേ ആക്കല്ലേ, മരിച്ചുപോയ എന്റെ അച്ഛനെ ആക്കല്ലേ. ശരി ശരി, ഞാനൊന്ന് കറങ്ങി അന്വേഷിച്ചിട്ട് വരാം. അതിനിടയ്ക്ക് പുലി അങ്ങാനും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതുവഴി അങ്ങാനും വന്നാ ആ നിമിഷം നീ എന്നെ അറിയിക്കണം. ഞാൻ വേറെ വഴിക്ക് പൊക്കോളാം. ഓക്കേ? ബെസ്റ്റ്. ഇങ്ങനത്തെ 4 ഗാർഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെട്ടു. ഈ വരുന്നാണോ ഇനി കരടി? കരടി എന്റെ വാപ്പ. അയ്യോ മനുഷ്യൻ, ഇയാളെന്താ മുട്ടനാടിനെ കൊണ്ട് വരണേ? കരടി കൊടുക്കാനാ? കരടിക്ക് കൊടുക്കാനോ? ഏത് കരടി? എടോ, ഇവിടെ ഒരു കരടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു താൻ അതിന് തീറ്റ കൊടുക്കാനാ മുട്ടനാടിനെ കൊണ്ട് വരണേന്ന്. ഇത് കരടിക്ക് തീറ്റ കൊടുക്കാനൊന്നല്ല, വിൽക്കാനുള്ളതാ. പാവം, എന്തിനാടോ താൻ ഇതിന് വിൽക്കണേ? പിന്നെ വിൽക്കാണ്ട് നമ്മളെങ്ങനെ ജീവിക്കും? തനിക്ക് വല്ല പണിയും ചെയ്ത് ജീവിച്ചൂടെ? ഇയാളെന്താണ് പറയണേ? ഇതന്നെയാണോ നമ്മളെ പണി? ആട് കച്ചവടം. ഓ, അപ്പൊ താനൊരു ആട് കച്ചവടക്കാരനാ? എന്താ, നമ്മളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലേ? അല്ല, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എപ്പോഴെ കണ്ടുണ്ടല്ലോ? ഏയ്, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ഇല്ലേ?
അപ്പൊ പിന്നെ ഞാൻ ഇതിനു മുമ്പ് ആരെ കണ്ടത്? നിങ്ങളുടെ പേര് അന്തർമാനല്ലേ? ഞാൻ അന്തർമാനും ഗിന്തർമാനും ഒന്നല്ല. അയ്യോ, ഞാൻ കണ്ട ആള് അന്തർമാനല്ലായിരുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ തന്നെയാ കണ്ടേക്കണത്. ഇങ്ങനെ കാള് തെറ്റിയാണ് ഭാഷേ. എന്റെ പേര് കായിന്ന. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഓർമ്മ വന്നു. കായ് എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. ഇതിന് മുമ്പല്ല നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത്, ഇതിന് ശേഷം. ഇതിന് ശേഷമുള്ള ഒരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമുള്ള ദിവസം? അതെങ്ങനെയാ? ഇതിന് ശേഷമുള്ള ദിവസം ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെന്താ? വരാൻ പോകുന്ന ഒരു ദിവസം അതിനു മുമ്പേ വരാൻ പാടില്ലേ? അതെങ്ങനെയാ മുമ്പ് വരുന്നത്? അത് പുറകല്ലേ വരുള്ളൂ എന്നാര് പറഞ്ഞു? ഇതേതാ മാസം? ഡിസംബർ. ആണോ? ഡിസംബറിലെ ലാസ്റ്റ് ദിവസം ഏതാ? ഡിസംബർ 31. അത് കഴിഞ്ഞ് വരേണ്ട ദിവസം ജനുവരി 1 അല്ലേ? അതെ. അത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. എടോ, ഡിസംബർ 31 കഴിഞ്ഞിട്ടല്ലേ ജനുവരി 1 വരാൻ പാടുള്ളൂ. പക്ഷെ ജനുവരി 1 ഇക്കൊല്ലം തുടങ്ങുമ്പോഴേ വന്നില്ലേ? പടച്ചോനെ, ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. എടോ, കൺഫ്യൂഷൻ ആകുന്നത് വേറൊന്നുമല്ല. പഠിക്കാൻ പള്ളിക്കൂടത്തിൽ വിട്ടാൽ പഠിക്കണം, അല്ലാണ്ട് ആടിനെ മേച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല. സോറി, ഞാൻ കണക്കിന് കുറച്ച് പുറകോട്ടായിരുന്നു. ഇത് കണക്കല്ല, സയൻസ് ആണ്. സയൻസോ? വെറുതെ അല്ലേ നമ്മളിതൊന്നും അറിയാതെ പോയത്. നമ്മൾ പഠിക്കുന്ന കാലത്ത് സയൻസ് ഒന്നും ഇല്ല. സയൻസ് ഇല്ലേ? സയൻസ് ഇല്ലാത്ത സ്കൂളില്ലല്ലോ. സയൻസ് ഉണ്ടായിരുന്നു, പക്ഷെ പഠിപ്പിക്കലൊക്കെ കണക്ക് തന്നെ. അപ്പൊ താൻ കണക്ക് ശരിക്കും പഠിച്ചാണ് അല്ലേ? എവിടെ? നമ്മളെ സാറ് പോലും നമ്മളെ കണക്ക് പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഒടുക്ക നമ്മളെ മുമ്പിൽ മുട്ടുകുത്തി. എന്നിട്ട് ഒടുക്ക 100ന്റെ കെട്ടെടുത്ത് എന്റെ നേരെ ഒരൊച്ചയേറാ. 100ന്റെ കെട്ടാ? അതെ, അതാണ് സാറിന്റെ കൈ കിട്ടിയത്. അപ്പൊ താനതെടുത്തോണ്ട് ഓടിക്കാണും. ഓടാനോ? എവിടെ ടൈം? നമ്മൾ തലച്ച് വീണില്ലേ. അതെന്താ? താൻ ഇതിനു മുമ്പ് 100ന്റെ കെട്ട് കണ്ടിട്ടില്ലേ? പിന്നെ, പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മാത്രല്ല, സ്ലേറ്റിന്റെ മൂല വന്നിട്ട് എന്റെ മൂക്കിന്റെ പാത്തിയിലാ കൊണ്ടതേ. സ്ലൈറ്റാ? 100ന്റെ കെട്ടിലൂടെ സ്ലൈറ്റ്? 100ന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ 100 ഉറുപ്പിയുടെ കെട്ടല്ല. എന്റെ കൂടെ പഠിക്കുന്ന 100 100 മുഹമ്മദ്, അവന്റെ പുസ്തക കെട്ടെടുത്തെറിഞ്ഞതാ. അപ്പൊ അതോടെ താ പഠിപ്പ് നിർത്തിയല്ലേ? പഠിപ്പ് നിർത്തി അതുകൊണ്ടൊന്നല്ല. എന്റെ കൂടെ പഠിച്ച ഗോവിന്ദൻകുട്ടി മാഷക്ക് നമ്മളെ സ്കൂളിൽ തന്നെ ഹെഡ്മാസ്റ്ററായിട്ട് ജോലി കിട്ടി. അപ്പൊ തനിക്ക് നാണക്കേടായി പഠിപ്പ് നിർത്തി? അല്ലാന്ന്, പുള്ളി റിട്ടയർ ചെയ്ത്. പിന്നെ നമ്മക്ക് നാണക്കേടായി നമ്മൾ പഠിപ്പ് നിർത്തി. പിന്നെ നമുക്ക് രണ്ടാൾക്ക് ഒന്നിച്ചായിരുന്നു സെൻഡ് ഓഫ്. അപ്പൊ ഇതിന്റെ ഇടയിലെ കല്യാണം ഒന്നും കഴിച്ചില്ലേ? പിന്നെ കഴിക്കാണ്ട് 8 പഠിക്കുമ്പോഴേ നമ്മളെ കല്യാണം. 8 പഠിക്കുമ്പോഴാ? അത് രണ്ടാമത്തെ. ഫസ്റ്റിലത്തെ 6ാം ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇത്ര ചെറുപ്പത്തില് 2 കല്യാണം കഴിച്ചാ? ചെറുപ്പത്തിലോ? അന്നും നമുക്ക് നല്ല പ്രായമുണ്ട്. 10-25 വയസ്സ് കാണും. 25 വയസ്സിൽ 6ാം ക്ലാസ്സിലാ? അതെ, ഈ ഓൾ പ്രൊമോഷനിലൊന്നും വന്നതല്ല. ഓരോ ക്ലാസ്സിലും 4 കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെ പോകുന്നത്. പിന്നെ നമ്മൾ സ്കൂൾ പോയില്ലെങ്കിലും ഇവിടുത്തെ 3-4 സ്കൂളിലേക്ക് പിള്ളേരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിള്ളേരെ സപ്ലൈ ഉണ്ടെന്ന്? നമ്മളെ കുട്ടികൾ തന്നെ 10-12 ഉണ്ട്. ഒരു 5-6 മദ്രസയിലും. മദ്രാസിലാ? അല്ല, ഇപ്പോഴും 2 ഭാര്യമാര് കൂടി ഉണ്ടോ? ഇല്ല, ആദ്യത്തോളെ ബന്ധം നമ്മളൊരു വാക്കത്തോണ്ട് തീർത്ത്. അയ്യോ, വാക്കത്തോട് തീർത്താ? അതെന്തിന്? അവളെ മുറിയുന്ന് നമ്മൾ അവളൊരു കള്ളക്കാമുകനെ പിടിച്ച്. ആള് വേറെ ആളല്ല, നമ്മളെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. ഫ്രണ്ട് ആണെങ്കിലും കൊല്ലണ്ടോ അവനെ? കൊല്ലാൻ നമ്മൾ ഒരുങ്ങിയതാണ്. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തി. എന്തെന്നും പറഞ്ഞേ? ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങളെ കൂട്ടുകാർ ഒറ്റ ഒന്നും ബാക്കി ഉണ്ടാവില്ലാന്ന്. എന്നിട്ട് എന്താവാൻ, നമ്മൾ വാക്കത്തോണ്ട് ഒറ്റ വെട്ടി വെച്ചു കൊടുത്തു. അവള് വാക്കത്തെടുത്ത് എന്നെ വെട്ടി രക്ഷപ്പെട്ടു. അപ്പൊ തന്റെ വെട്ട് അവൾക്ക് കൊണ്ടില്ലേ? പിന്നെ കൊള്ളാണ്ട്. പക്ഷെ വാക്കത്തെയാണെന്ന് കരുതി നമ്മളെടുത്തത് മാറിപ്പോയി. വിഷറിയായിരുന്നു. ബെസ്റ്റ്. Good morning. Actually, I'm first time in Kerala and I have no idea about this location. Would you please tell me where's Prudential ICICI branch office? Oh, hello. Allah. Would you please tell me where's Prudential ICICI branch office? नहीं नहीं. Oh, आपको हिंदी मालूम? अल्लाह, तो हिंदी आए. मेरा नाम शालिनी अग्रवाल. मैं प्रूडेंशियल ICICI में काम करती हूँ. मेरा ऑफिस आसपास है. आपके मालूम है क्या? नहीं 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 मालूम. ओह, ऑफिस नहीं मालूम? एक्सक्यूज मी. ओह, आपको मालूम है क्या किधर है हमारा ब्रांच ऑफिस?
हिंदी नहीं जानता? தமிழ் தமிழ் தெரியுமா? என்னோட ஆபீஸ் இங்க தான் ஐசிஐசிஐ பிரெடென்ஷியல் பேங்க் கிட்ட இருக்கு. உங்களுக்கு தெரியுமா? I'm sorry. I'm really sorry. I'm very, very sorry. Okay. Bye. Bye. ഇതാണ് പറയുന്നത് ഭാഷകൾ പഠിക്കണമെന്ന്. മലയാളം മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ ഇതുപോലെ പൊട്ടം കളിക്കേണ്ടി വരും. അതുകൊണ്ടാ പറഞ്ഞത് വേറെ ഭാഷകളും പഠിക്കണമെന്ന്. എന്തിനി? ഇപ്പൊ ആ പോയ പെൺകുട്ടിയെ കണ്ടില്ലേ? അവൾക്ക് 3 ഭാഷകൾ നല്ല മണി പോലെ അറിയാം. എന്നിട്ട് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇവിടെ നിന്ന് കിട്ടിയ? അതുകൊണ്ട് ഭാഷ അല്ലടോ, വിദ്യയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത് വിദ്യ? ശ്രീവിദ്യ. എടോ, ഇപ്പൊ ഞാൻ ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് നാണം കെടാതെ രക്ഷപ്പെട്ടത് കണ്ടില്ലേ? ഇതുപോലെ പല വിദ്യകളും ഉണ്ട് എന്റെ കയ്യില്. തനിക്കറിയോ, ഒരു പെണ്ണിനെ വളയ്ക്കാൻ എനിക്ക് 1 മിനിറ്റ് മതി. 1 മിനിറ്റ് ഉണ്ടോ? എന്നാ അത് തന്റെ പരിചയമുള്ള ഏതെങ്കിലും പെണ്ണായിരിക്കും. ഒരു പരിചയം വേണ്ട, ഏത് പെണ്ണാണെങ്കിലും ശരി 1 മിനിറ്റ് കൊണ്ട് വളയ്ക്കാം, പ്രേമിക്കാം, തലോടാം, കെട്ടിപ്പിടിക്കാം. തനിക്ക് കാണണോ? ആ എങ്കിലും ഇതാ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയാ, മോണിക്ക. നീ അവളൊന്ന് വളച്ച് കെട്ടിപ്പിടിക്കും, ഞാനൊന്ന് കാണട്ടെ. ഓക്കെ. അവളുടെ അടുത്ത് ഞാൻ പല നമ്പർ ഓർക്കും. താൻ അതിനൊന്നും കയറി പാരമണിയരുത്. ഓക്കെ? ഞാനായിട്ടൊരു കാര്യം വെക്കുന്നില്ല, അവൾ എന്നെ ധാരാളാണ്. അടിച്ച് കണ്ണ് അവൾ പൊട്ടിച്ചോളും. അല്ല, ഇതാരാ കായിക്കയോ? എങ്ങോട്ടാ പോണേ? ഒന്നും പറയണ്ട മോളെ, നമ്മളൊരാട്ടിനെ വെക്കാൻ ഇറങ്ങിയതാണ്. പാർട്ടി കോഴിക്കോട് നിന്നുള്ള ബസ്സിന് ഇപ്പൊ വരും. മോളെ എങ്ങോട്ട് പോണ്? എന്താ ഇത്? താൻ വൃത്തിയുടെ കാണിക്കണേ? സ്ത്രീകളുടെ ദേഹത്തേക്കാണോ വന്ന് കേറുന്നത്? വൃത്തിയായിട്ടവൻ, മര്യാദയില്ലാത്തവൻ. അടിച്ചെന്റെ കണ്ണ് പൊടിച്ചു കളഞ്ഞാൻ. അയ്യോ, കുട്ടിയായിട്ട് ഇനി അത് പൊട്ടിക്കണ്ട. ഇത് നേരത്തെ പൊട്ടിപ്പോയതാണ്. ഞാനൊരു അന്ധനാണ്. അയ്യോ, അന്ധനായിരുന്നോ? യെസ്, 101% ബ്ലൈൻഡ്, പ്യുവർലി വെർജിൻ. എന്താ വിശ്വാസായില്ലേ? ഞാൻ വിശ്വസിപ്പിച്ചു തരാം. ആരിലെ കണ്ടാ നിന്റെ മുരളിക കേൾക്കുമ്പോ എൻ മനം പോരെ. ഇതൊരു സിനിമ പാട്ടല്ലേ? അതെ, സാധാരണ കണ്ണില്ലാത്തവര് പാടുന്ന പാട്ടാണിത്. കുട്ടിക്കറിയോ, ഞങ്ങളുടെ ദേശീയഗാനമാണിത്. ആലിലെ കണ്ടാ നിന്റെ മുരളിക. മതി മതി, എനിക്ക് വിശ്വാസായി. അല്ല, കണ്ണ് കാണാതെ നിങ്ങൾ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് എന്റെ കയ്യിൽ തന്നെ വന്ന് പിടിച്ചത്? ഈ കണ്ണിൽ ഇരുട്ടാണെങ്കിലും എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചമുണ്ട് കുട്ടി. വിശ്വാസമില്ലെങ്കിൽ കുട്ടിയുടെ കവിളിൽ ഞാൻ കൃത്യമായിട്ട് തൊട്ട് കാണിച്ചു തരാം. തൊടട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. പിന്നെ ഞാൻ അടിച്ചതിൽ വിഷമമൊന്നും തോന്നരുത് കേട്ടോ. അതൊന്നും സാരമില്ല. ഇതൊക്കെ ഞങ്ങൾ അന്തേഴ്സ് ദിവസം അനുഭവിക്കുന്നല്ലേ. പേരെന്താ പറഞ്ഞത്? ശിവദാസൻ. അല്ല, കുട്ടി എന്ത് ചെയ്യണു? ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എനിക്ക് വർക്കില്ല, പക്ഷെ ഞാനാണ് സോഷ്യലാണ്. വിവാഹിതയാണോ? അല്ല. ഞാനും വിവാഹിതനല്ല. ഓ മൈ ഗോഡ്, ഞാൻ നിങ്ങളെ പോലെ ഒരാളെ തപ്പി നടക്കായിരുന്നു. അയ്യോ, ഞാൻ തന്നെ തപ്പി തപ്പി നടക്കുന്നു. ആ എന്നെ എന്തിനാ കുട്ടി തപ്പി നടന്നത്? ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. എവിടുന്ന്? അല്ല, എന്ത് പ്രതിജ്ഞ? സുമുഖനും സുന്ദരനും സൽസ്വഭാവിയുമായ ഒരന്ധനെ കണ്ടുപിടിച്ചേ ഞാൻ വിവാഹം കഴിക്കുള്ളൂന്ന്. എന്നിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഉവ്വ്. ഓ, ഞാൻ ലേറ്റ് ആയി പോയില്ലേ? ഇല്ല, ലേറ്റ് ആയില്ല. ഞാൻ കണ്ടെത്തിയ ആ ആള് ശിവദാസൻ തന്നെയാ. ഓ മൈ ഗോഡ്, ഞാൻ എന്തൊരു ലക്കിയാണ്. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അല്ല, ജോലിയില്ലാതെ ശിവദാസൻ ഇവിടെ എങ്ങനെയാ കഴിയണേ? ഞാൻ ഒരു ചിത്രകാരനാണ്. ആണോ? എന്ത് ചിത്രങ്ങളാ ശിവദാസൻ വരയ്ക്കണേ? കാണുന്നതല്ല ഞാൻ വരയ്ക്കും. കണ്ണ് കാണാത്ത താനെങ്ങനെയോ കാണുന്നതൊക്കെ വരക്കണേ? ആരാ ഇടയ്ക്ക് കയറി ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ? ശബ്ദം കേട്ടിട്ട് ഒരു വൃത്തിയട്ടവനാണെന്ന് തോന്നുന്നു. കേട്ടോ കുട്ടി, ഞാൻ ജന്മന അന്ധനല്ലായിരുന്നു. പിന്നെ എനിക്ക് 10 വയസ്സ് വരെ കണ്ണ് കാണായിരുന്നു. 10ാം വയസ്സില് ഞാൻ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു കാഴ്ച കണ്ട് എന്റെ കണ്ണിന്റെ ഫിലിമിന്റെ അടിച്ചുപോയി. അങ്ങനെ ഞാൻ കുരുടനായതും പിറ്റേന്ന് തന്നെ ഞാൻ ചിത്രകാരനായതും. ഇപ്പൊ വേണമെങ്കിൽ കുട്ടിയുടെ ചിത്രം വരയ്ക്കാം. അതെങ്ങനെയാണ്ട് ജനിച്ചിട്ട് ഒരിക്കൽ പോലും കാണാത്ത കുട്ടിയുടെ ചിത്രം ഈ വരയ്ക്കുക? ആരടവൻ? കേട്ടു കുട്ടി,
അതെനിക്ക് ദൈവം തന്നൊരു സിദ്ധിയാണ്. വരയ്ക്കുന്ന ആളുടെ മുഖവും ശരീരവും കൈകൊണ്ട് നല്ലോണം തടവി നോക്കിയാൽ മതി. എനിക്ക് വരയ്ക്കാൻ പറ്റും. ഞാനൊന്ന് തടവി നോക്കിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനല്ല വിളിക്കണേ. ഇന്നൊന്ന് തടവി നോക്കിയിട്ട് എന്റെ ചിത്രം ഒന്ന് എനിക്ക് വരച്ചാട്ടെ. തന്നെ വരയ്ക്കാൻ എനിക്ക് തടവി നോക്കണമെന്നില്ല. താൻ നിലത്ത് കിടന്നാലും മതി. കാലുകൊണ്ട് ഞാൻ ചവിട്ടി മനസ്സിലാക്കി കൊള്ളാം. കുട്ടി, ഞാൻ വരയ്ക്കട്ടെ? ഒന്ന് സ്പർശിച്ചോട്ടെ. അയ്യോ വേണ്ട, തൽക്കാലം എന്റെ കയ്യിൽ തൊട്ടോളൂ. ഈ കയ്യിന്റെ ഓണറിന്റെ പേര് മോണിക്ക എന്നല്ലേ? അയ്യോ മഞ്ഞ കളർ ചുരിദാറല്ലേ ഇട്ടിരിക്കുന്നത്? അയ്യോ അതെങ്ങനെ മനസ്സിലായി? എനിക്ക് അങ്ങനെ ചില സിദ്ധികളുണ്ട് മോണിക്ക. ഞാൻ സ്മെല് ചെയ്ത് കണ്ടുപിടിക്കും. സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇവനാരാ, പറ്റിയോ? മോനിക്കയുടെ കൈ പിടിച്ച ശരീരത്തുള്ളത് പറയാൻ പറ്റും. കവിളിൽ തലോടിയാൽ മനസ്സിലുള്ളത് പറയാൻ പറ്റും. കെട്ടിപ്പിടിച്ചാൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റും. ഓ അത്ഭുതമായിരിക്കുന്നില്ലേക്കാ. എന്ത് അത്ഭുതം! പെരുവഴിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കാ പറയാൻ പറ്റാത്ത? ആരെ ഇടക്കേറി സംസാരിക്കുന്നത്? മോനിക്കയുടെ വേലക്കാരനാണോ ഈ മരപ്പട്ടി? എന്റെ വീടിന് തൊട്ടടുത്തുള്ള ആളാ. ആ എനിക്കൊരു ഐഡിയ. ഈ കെട്ടിപ്പിടിച്ചും തടവി നോക്കിയും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ ശിവദാസന്? പിന്നെന്താ മോണിക്ക, ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നെ ഒന്ന് നീക്കി നിർത്തൂ പ്ലീസ്. അതെന്തിന്? ഞാൻ അങ്ങോട്ട് നീങ്ങി നിന്നാ പോരെ? പറ്റില്ല. കുട്ടി തന്നെ എന്നെ പിടിച്ചു നിർത്തണം. എന്നാൽ എന്റെ സിദ്ധി ഉണരൂ. വരൂ മോണിക്ക, ടച്ച് ടച്ച്. ഇതെന്ത് ഹലാക്കാണ്? കുട്ടിയല്ലേ നിന്നെ പിടിക്കണേ, നീ എന്തിനു കുട്ടിന്റെ ദേഹത്ത് കയറി പിടിക്കണേ? വിടറാ. സാരമില്ലക്ക, ഒരു അന്ധനല്ലേ, പാവം. ആര്? ആളിവിടെ ഉണ്ടല്ലേ. ഇതെന്താ കായോ? കായല്ല, തല. ഇയാളുടെ തല വെള്ളക്കായ പോലെയും കൈകൾ മുരിങ്ങാക്കായ പോലെ ഇരിക്കുന്നത് കൊണ്ടും ഇയാളുടെ പേര് കായിന്നാകാനാണ് സാധ്യത. ഈശ്വര, കറക്റ്റാണ്. കായിന്ന് തന്നെയാണ് ഇക്കടെ പേര്. ഞങ്ങളൊക്കെ കായ്ക്കാന്ന് വിളിക്കാറ്. കായ്ക്കങ്ങ കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ചായ്ച്ചഞ്ഞ പായ്പ പായ്പ മാമേമ. ഇയാൾ ഒരു ആട് കച്ചവടക്കാരനാണ്. അയ്യോ അതും കറക്റ്റ്. ഇയാൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യ ഭാര്യ ഇയാളെ വെട്ടിയിട്ട് ആരുടെ കൂടെ ഓടി. ദൈവമേ, ഇത് എന്തൊരു അത്ഭുതം! ഇയാൾക്ക് മക്കൾ 11, 12, 13, 14. Exactly 14. Fantastic. This is superb, ശിവദാസൻ. ഇനി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്റെ കാര്യങ്ങൾ കൂടി പറയൂ പ്ലീസ്. വരൂ, വേഗം എന്റെ സിദ്ധി പോകുന്നതിന് മുമ്പ് വരൂ. വേണ്ട വേണ്ട, അത് അപകടമാണ്. എന്താ അപകടം? ഒരു പെൺകുട്ടിക്ക് പല രഹസ്യങ്ങളും ഉണ്ടാവും. അതൊന്നും കല്യാണം കഴിക്കാത്ത അന്യ പുരുഷന്മാർ അറിയാൻ പാടില്ല. അതിന് ഞാൻ അന്യപുരുഷനല്ലല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ലേ. അയ്യോ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കല്യാണത്തിന് ചേച്ചി കഴിക്കാൻ ഞാൻ മറന്നുപോയി. ഏറ്റവും പ്രധാനം നമ്മളെ ഇഷ്ടമല്ലേ. ഞാൻ കണ്ടതുകൊണ്ട് തീരുമാനിച്ചോണ്ടൊന്നും കാര്യം നടക്കില്ല. എന്റെ ചേച്ചിക്കും കൂടി ഇഷ്ടമായാലേ കല്യാണം നടക്കൂ. എന്നാ ഓക്കേ. ചേച്ചി ഞാൻ തൊട്ടപ്പുറത്ത് ഇരുത്തിട്ടാ വന്നിരിക്കണേ. ഇങ്ങോട്ട് വിളിക്കണേ. പിന്നെ ചേച്ചി ശിവദാസനെ പോലെ തന്നെയാ, കണ്ടു കാണില്ല. ചേച്ചി 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 നിങ്ങളുടെ വന്നേ. ദേ ഇവിടെ ഒരാളെ കാണാൻ നിൽക്കുന്നുണ്ട്. ഈശ്വര, ചേച്ചിക്ക് ശിവദാസനെ ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. ഇനി ചേച്ചിക്ക് ഇഷ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കെട്ടാൻ പോണത് മോണിക്കല്ലേ. മോണിക്കയ്ക്ക് എന്നെ ഇഷ്ടമായത് തന്നെ എന്റെ ഭാഗ്യം. അയ്യോ, ശിവദാസനായുള്ള കല്യാണം ആലോചിച്ചത് എനിക്ക് വേണ്ടിയല്ല, എന്റെ ചേച്ചിക്ക് വേണ്ടിയാ. ചേച്ചിക്ക് വേണ്ടിയാ? അയ്യേ, ഈ കണ്ണാണത്ത് ഇവർക്ക് വേണ്ടിട്ടാണ് എന്നെ കല്യാണം ആലോചിച്ചത്. കണ്ണ് കാണൂലെങ്കിൽ എന്താ, നല്ല പ്രായം ഉണ്ടല്ലോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാലോ. മോണിക്ക് ഒരു കുരുടനെ തപ്പി കണ്ടുപിടിച്ചിട്ടേ കല്യാണം കഴിക്കുന്ന ശപഥം ചെയ്തതോ? ആ, എന്റെ ചേച്ചിക്ക് ഒരു അന്ധനെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്ന ശപഥം ചെയ്തത്. അയ്യോ, ശിവദാസന് ചേച്ചിയെ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെയാ ചേച്ചി ഇഷ്ടപ്പെട്ടോന്നറിയാ? അത് സാരല്ല, അതോ കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളൂ. ആ അത് ശരിയാ. കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ മനസ്സിലുള്ളതും ശിവദാസൻ അറിയാൻ പറ്റും അല്ലേ? എന്റെ എന്താ മോനിക്ക, എന്തിനാ നീ വിളിച്ചേ? ചേച്ചി, ദേ ചേച്ചിക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ആളാ.
ചേച്ചിയെ പോലെ തന്നെയാ, കണ്ണു കാണില്ല, പക്ഷേ ഒരുപാട് കഴിവുകളുള്ള ആളാ. പേര് ശിവദാസൻ. എവിടെ? എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഒന്നും നിർത്തുവോ? ഞാനും കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളാം. എവിടെ പോണം? നിക്കണം അവിടെ. എവിടെ എവിടെ? ചേച്ചി എവിടെ പോണം? അവിടെ നിക്കുന്നേ. നല്ല ശബ്ദം. ഇവിടെ നിൽക്കാം. ഓക്കെ. മുന്നിൽ തന്നെ ഉണ്ട് ആള്. എവിടെ എവിടെ? അയ്യേ, എനിക്ക് വേണ്ട ഇയാള്. എടി, ഈ മനുഷ്യനാണോ നീ എനിക്ക് വേണ്ടി കണ്ടയോ? ചേച്ചി, എനിക്കൊന്നും വേണ്ട. ആ തല തൊട്ടപ്പോഴേ എനിക്കറിയാം അതിനകത്ത് ഒന്നും ഇല്ലാന്ന്. അയ്യോ ചേച്ചി, എനിക്കിനി കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് കല്യാണം കഴിക്കാനുള്ള മൂടേ പോയി. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരിയായിട്ട് ജീവിച്ചോളാം. ഞാൻ അയ്യോ ചേച്ചി, ചേച്ചി, ശിവ ശിവ, എനിക്ക് കല്യാണമേ വേണ്ട. അയ്യോ ചേച്ചി, ചേച്ചി, ചേച്ചി. പിന്നെ ശിവദാസ, ചേച്ചിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിച്ചു കേട്ടോ. ഐ എം റിയലി സോറി കേട്ടോ. ഓഹോ, അതൊന്നും സാരമില്ല. ഇറ്റ്സ് മൈ പ്ലഷർ. അല്ല, മോണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നോട്? ഞാൻ പോട്ടെ, ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കട്ടെ. ഓക്കെ, ചേട്ടാ. അല്ല, ഒന്നും പറഞ്ഞു. ഓ, അത് കയ്യിന്ന് പോയി. എടോ കാക്കേ, പരുന്തേ, പൂത്താഗിരി, താൻ എന്താണ് വിചാരിച്ചേ? ഞാൻ ആ കണ്ണുവെട്ടി തള്ളനെ കെട്ടുന്ന? ഭാഗ്യത്തിനെ ഞാൻ അവരെ ഇന്ന് രക്ഷപ്പെട്ടത്. അല്ലാ, രക്ഷപ്പെട്ട വർത്താനം പറഞ്ഞപ്പോഴാണ് ഞമ്മക്ക് ഓർമ്മയത്. പടച്ചോനെ, നമ്മൾ ആട് അതും രക്ഷപ്പെട്ടു എന്നാ തോന്നണത്. ആടെ തനിക്ക് എന്താ പ്രാന്താണ്? താൻ എവിടെയാണ് ഈ അന്വേഷിക്കുന്നത്? തന്റെ ആടിന്റെ കയറല്ലേ കിടക്കുന്നത്? ശരിയാണല്ലോ. ഓ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ആളെ ബേജാറാക്കി കളഞ്ഞല്ലോ ആടെ. രണ്ടും പോയ മാതിരിയല്ലോ. ഭയങ്കര വെയിറ്റ് ഓടിക്കണല്ലോ. നല്ല തീറ്റ കിട്ടിക്കാണും. അല്ല കായിക്ക, ഈ കോഴിക്കോട് വരുന്ന പാർട്ടിക്ക് എന്തിനാ ഈ മുട്ടനാടിനെ? അറുത്ത് വല്ല കോഴി ബിരിയാണിയോ മീൻ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും. അയാൾ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, നമുക്ക് നമ്മൾ ആടിന്റെ കാശ് കിട്ടിയാ മതി. ആടിനെ കൊണ്ട് ആരെങ്കിലും കോഴി ബിരിയാണി ഉണ്ടാക്കും? എന്ത് പറ്റി? എന്താ എനിക്ക് അല്ല പൊട്ട കടിച്ചോ? സിദ്ധി ഇറങ്ങി ഭ്രാന്ത് കയറിയപ്പോ തൂക്കമ്മല് കടിഞ്ഞു. അന്റെ തൊള്ളക്ക് കരഞ്ഞു പിടിച്ചോ? ആള് കാര്യമായിട്ട് വർത്താനം പറയുമ്പോഴെ പുറമെ തോണ്ടുന്നത്. അപ്പൊ തൊള്ള പറഞ്ഞു കരടി കരടി. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ, ബാക്കിൽ കരടി കരടി. പഠിച്ചോനെ, അപ്പൊ നമ്മൾ ആട് എവിടെ? ആട് അതിനല്ലേ കരടി വിഴിഞ്ഞേക്കുന്നത്? അതിന്റെ കയറല്ലേ പുറത്തേക്ക് വന്ന് കിടക്കുന്നത്? അല്ലാ, അപ്പൊ നീ കോഴിക്കോട് വരുന്ന പാർട്ടിനോട് നമ്മൾ എന്ത് സമാധാനം പറയും? ഒന്നും മിണ്ടാതിരിക്കടോ. കരടി എന്റെ ഓട്ടോറിക്ഷ വിഴുകാണ്ടിയാ നോക്കട്ടെ. രക്ഷപ്പെട്ട് കാട് വന്നുണ്ട്. കാട് ഇങ്ങോട്ട് വരണോ? അല്ല കാത്ത്. എന്നാ കരടി ഞാൻ കാട്ടിലേക്ക് കയറി പോയിക്കോളുമല്ലോ. ആ കാടല്ല ഈ കാട്, ഇത് ഗാർഡ്, ഫോറസ്റ്റ് ഗാർഡ്. അതന്നെ, ഫോറസ്റ്റ് കാട്ടിലേക്ക് കയറി പോയിക്കോളും കരടി. മിണ്ടട്ടെ. നമുക്ക് രണ്ടാൾക്കും കരടിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാം. അപ്പൊ ഗാർഡ് പിന്നീന്ന് വെടിവെച്ചിട്ടോളും. ശബ്ദം ഉണ്ടാക്കരുത്. വെടി മാറി നമ്മക്ക് കൊണ്ട ശബ്ദം ഉണ്ടാക്കാലോ. എന്നെ അങ്ങോട്ട് കൊല്ല്. അല്ല, ഇതാരാണ് തോക്കേറ്റ് തന്നെ? അതാണ് ഗാർഡ്. അല്ല, ഇവിടെ പാമ്പുണ്ടോ? ചീറ്റുന്നുണ്ടല്ലോ. പാമ്പല്ല, ഞാനാ. പുറകിലുണ്ട്, തിരിഞ്ഞു നോക്ക്. സാധനം തൊട്ട് പുറകിലുണ്ട്. ആര്? നിങ്ങളാ? നിങ്ങളെന്താ ഇങ്ങനെ പേടിച്ച് പടച്ചു നിൽക്കുന്നത്? തിരിഞ്ഞു നോക്ക്, തൊട്ട് പുറകില് കരടി. പുറകില് കരടിയാ? ആരുടെ പുറകില് കരടി? ഇവരെന്താ ഈ പറയുന്നത്? കരടി പോയിട്ട് കരടിയുടെ പൂട പോലും ഇവിടെ എങ്ങും ഇല്ലല്ലോ. അയ്യോ, അയ്യോ, കരടി! ഷെയ്ത്താൻ മുറിച്ചോന് അതിന്റെ കയ്യിൽ തോക്കും കൊണ്ടേ കൊടുത്തു. ഇനി അതങ്ങനെ മേടിച്ചെടുക്കും? നോക്കി നിൽക്കാണ്ട് അതിനെ ഇത് മേടിച്ചെടുക്കണോ? ഞാനെങ്ങനെ മേടിച്ചെടുക്കാനോ? ഞാനൊരു ഗാർഡായി പോയില്ലേ? എടാ, അതിനോട് അങ്ങോട്ട് തരാൻ പറ. ഏത് ഭാഷയല്ലേ? കരടി ഭാഷയല്ല. എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ പറഞ്ഞ ഭാഷ അല്ല, വിദ്യയാണ് വേണ്ടതെന്ന്. ഇപ്പൊ എന്തെങ്കിലും ഒരു വിദ്യ ആയിട്ട് അതിനോട് മേടിച്ചെടുക്ക്. ഇവിടെ വിദ്യയല്ല വേണ്ടത്, ബുദ്ധിയാണ്. എവിടെയാ വണ്ടി? ആ, കിട്ടി. നോക്കു കരടി,
അല്ലോ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്നെ സമ്മതിക്കണം. കണ്ടോളൂ. ഇപ്പൊ കരുതിയെ സമ്മതിക്കണം. ഐഡിയ ചീറ്റിപ്പോയി. വേറെ ഐഡിയ നോക്കാം. ഞാനിപ്പോ കഴുത്തിൽ വെടിവെക്കും പോലെ വെടിവെച്ച് ചത്തോളൂ. ആരാടാ ഇവിടെ വെടിവെച്ച് കളിക്കുന്നത്? बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो जो है समा कल हो न हो, हर घड़ी बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी, हर पल यहाँ जी भर जियो जो है समा कल हो न हो। जो तुम्हें पूरे दिल से मिलता है वो मुश्किल से, ऐसा जो कोई कहीं है बस वो ही सब से हंसी है, उस हाथ को तुम थाम लो वो मेहरबान कल हो न हो, हर पल यहाँ जी भर जियो जो है समा कल हो न हो। कोई जो आए लाख संभालो पागल दिल को दिल धड़के ही जाए, पर सोच लो इस पल है जो वो दास्तां कल हो न हो।
அப்படி போட 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 அஸ்தி போட கண்ணாலே இப்படி போட 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 கையாலே இந்த நட போதுமா இன்னும் கொஞ்சம் வேணுமா அப்படி போட 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 அஸ்தி போட கண்ணாலே அப்படி போட 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 இழுத்து போட கையால வைக்கிற திணற வைக்கிறியே நீ மெதுவா வைக்கிற திணற வைக்கிறியே நீ என்னத்தான் மத்த வைக்கிற வதங்க வைக்கிறியே இது சரிதானா நெஞ்சுக்குள்ள ஊசி நூலும் பொதுதடி தெத்து பல்லு சிப்பிலெல்லாம் பத்து நிலவு தெரிக்குதடி ஆடிக்கிட்டு உன்னோட நான் வர நைன்னு பேசிக்கிட்டு உன் கூட சேர்ந்து வர இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா அப்படி போட 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 அஸ்தி போட கண்ணாலே இப்படி போட 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 இழுத்து போட கையாலே உன்னோட ஊருக்கு மூட்டை ஏற்கிற உன்னோட கண்ண புதி கண்ணா மூட்டி ஆட வர இந்த
പിടിച്ച പിന്നെ കാണാ പൊണ്ണാട്ടോയ്
Makasai ram pam pam. Makasai ram pam pam. Makasai ram pam pam. റമ്മടുത്തത് കൈകൊഴിച്ചിട്ട് വഹിച്ചു കേട്ട ചങ്ങായി മൊട്ടപ്പത്തിരി മട്ടഞ്ചാറിൽ കുഴച്ചു തിരങ്ങായി നാട്ടിലുള്ളൊരു ഓട്ടക്കാരന് ലോട്ട കിട്ടിയ ചങ്ങായി ലോട്ട കിട്ടിയവൻ നോട്ട് കൊണ്ടവൻ കോട്ട് കുഞ്ഞിരങ്ങായി ചിക്കൻ തിന്നാടല്ലേ പോയ പണിഞ്ഞ നീ ഒരു മണിയല്ലേ കയ്യിരിപ്പു വെടിയല്ലേ ഉച്ചിയിൽ നമ്മുടെ ശുക്രനുടെ നമുക്കൊന്ന് ചന്ദ്രനിൽ പോയിറങ്ങാം ചന്ദ്രനിൽ ചെന്നിറങ്ങി കേസുമൊത്ത് പാറിപ്പറന്നു നിൽക്കാം പാറിപ്പറന്നു നിൽക്കാൻ ചെല്ലപ്പന്റെ ഷാപ്പിൽ കയറി കുടിക്കാം ചെല്ലപ്പൻ കണ്ടില്ലെങ്കിൽ ചെല്ലപ്പന്റെ ടോക്കറിലെണ്ടിരിക്കാം കാശ്മീരി നൈനിറ്റാളി ലഞ്ച് കഴിച്ചു മടങ്ങിയിടാം യുകെയിലെ നൈറ്റ് ക്ലബിൽ ഡിന്നറിനായി പുറമിടാം വിടവിടമുള്ള സായിപ്പ് കൊണ്ടിട്ട് തൊപ്പത്തിനോടൊരു തിപ്പ് കൊടുത്തിട്ട് ചുരത്തെ കയ്യിൽ പുറത്തു വന്നിട്ട് നമുക്കൊരു സ്റ്റണ്ട് പടം പിടിക്കാം ചുഴത്തി ആക്ഷൻ ഹീറോ പട്ടം പിടിച്ചെടുക്കാം സ്റ്റണ്ട് പടം അടിച്ചു അത് വെട്ടി പോരണ്ടവന്നറിയാം ഷക്കീല ചേച്ചിയുമായി നമുക്കൊരു ഗുണ്ടുപടം പിടിക്കാം ചെത്തിപ്പൊളിച്ചു നടക്കുമടാ നീക്രോ സ്റ്റൈൽ ഹീറോ എന്നെ വെള്ളക്കാർ വാഴ്ത്തുമടാ ഏറ്റവും നല്ല മികച്ച നടക്കുന്നു കേട്ടുപോകുന്നു നീ പറഞ്ഞ തൊഴിലെ കൊണ്ടാടുന്നു
മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരൂലേ മൗനരാഗം മൂളൂലേ നെഞ്ചിലൊരാളില്ലേ കിളി കൊഞ്ചണ മൊഴിയല്ലേ ചഞ്ചലമിഴിയല്ലേ മലർമഞ്ചമൊരുങ്ങില്ലേ ഇടവഴിക്കാട്ടിലെ ഇളഞ്ഞിതൻ ചോട്ടിലെ ഇത്തിളി മുത്തുകൾ നുള്ളിയെടുക്കാൻ ഇന്നും ഒരാശയില്ലേ നിറമഴയിൽ ചിരിമഴയിൽ നീയും ഞാനും നനയൂലേ നീലക്കണ്ണും നിറയൂലേ ചെറുതാളികളിൽ നിന്നേ ചില്ലടിവാതിൽ മെല്ലെ അടഞ്ഞു നല്ലിരവിൽ കഴിയേ. രാജാതിരാജൻ രാജമാർത്താണ്ഡൻ വീരശൂര പരാക്രമി മഹാരാജൻ രാജപ്പൻ രാജാവിത എഴുന്നള്ളുണ്ട്. മഹാരാജൻ അങ്ങനെ വിളിച്ചോ? ആര് അമ്മേ? ഞാൻ ആരും വിളിച്ചില്ല. പിന്നെ ബഡോ എന്ന് കേട്ടതോ? ഞാൻ പടോ എന്ന് വിളിച്ചതല്ലടോ. നീ സിംഹാസനത്തിൽ നിന്നും പട എന്ന് പറഞ്ഞ് വീണതാണോടോ പടേ? ഓ, ഞാൻ എത്ര കാലമായി നിന്നോട് പറയുന്നു ഈ സിംഹാസനത്തിന്റെ കാലുമ്മ രണ്ടാണി അടിക്കാൻ. രാജാവ് പിന്നെ അതിലിരുന്നോ? ഇരിക്കരുതേ ഇരിക്കരുതേ എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ? കേക്കണ്ടേ? എടപടോ, ചെങ്കോലിന്റെയും കിരീടത്തിന്റെയും മഹത്വം എന്താണെന്ന് നിനക്കറിയാമോ? പിന്നെ രണ്ടും സൂപ്പർ ഹിറ്റ് പടങ്ങളല്ലായിരുന്നോ? രണ്ടിലും നായകൻ മോഹൻലാൽ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ കൊട്ടാരത്തിനകത്ത് സിനിമാ കാര്യം മിണ്ടിപ്പോകരുതെന്ന്? അതെന്താ? ബടോ, സിനിമാ കാര്യം പറഞ്ഞ രാജ്ഞിയുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന യശി ബഹളം ഉണ്ടാക്കുന്നു. അതെന്താ രാജാവേ അങ്ങനെ? തലയ്ക്ക് സിനിമാ ഭ്രാന്തി പിടിച്ച ഏതോ യശിയുടെ ആത്മാവാണ് നമ്മുടെ രാജ്ഞിയുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത്. ഇതാ കേട്ടില്ലേ രാജ്ഞിയുടെ അലർച്ച? ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ലോ? യെസ് ഐ നോ. എനിക്ക് മനസ്സിലായില്ല. ബടോ, നീ അന്വേഷിച്ചിട്ട് യശി ഒഴിപ്പിക്കാൻ ആരെയും കിട്ടിയില്ല ഇതുവരെ. മഹാചാരൻ, എന്റെ അറിവിൽ യക്ഷിയെ ഒഴിപ്പിക്കുന്ന ഒരു മഹാമാന്ത്രികനുണ്ട്. അതാരാ? കടപ്പുറത്ത് കറുത്തനാർ. അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ട്? കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, എങ്കിൽ ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിക്കൂ. കറുത്തനാരച്ചോ. മാന്ത്രികൻ, മഹാമാന്ത്രികൻ സീരിയലിൽ വരും രാത്രിയിൽ കടം വാങ്ങിയ ഡ്രസ്സിട്ട കത്തനാർ, കത്തനാർ കറുത്തനാർ. പാഴ്സിയോ അതോ പാണ്ടിയോ? അച്ഛോ, എന്നതാടാ ഇവിടെ ആർക്കാടാ യക്ഷി കൂടിയിരിക്കുന്നത്? അയ്യോ അച്ഛോ, ഞങ്ങൾക്കാർക്കും അല്ലേ, അകത്തിരിക്കുന്ന രാജ്ഞിക്ക. തകൃതത്തെ അവളെ ഇങ്ങോട്ട് വിളിക്കൂ. വിളിക്കട്ടെ? രാജ്ഞി, രാജ്ഞി.
കള്ളിയങ്കാട്ട് ജിജി. കള്ളിയങ്കാട്ട് നീലിയുടെ കസിൻ സിസ്റ്റർ. നിനക്ക് എന്നെ മനസ്സിലായോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. താങ്ക് യു. നീ എന്തിനീ ദേഹത്ത് കേറി? പ്രതികാരം ചെയ്യാൻ. പ്രതികാരോ? എന്തിന്? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൊട്ടാരത്തിലെ ഒരു നർത്തകിയായിരുന്നു. അന്ന് എന്റെ കൂടെ ഈ കൊട്ടാരത്തിൽ നർത്തനമാടിക്കൊണ്ടിരുന്ന നർത്തകൻ ദേവസ്യയുമായി ഞാൻ പ്രേമത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവും രാജ്ഞിയും അന്തപുരത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ അന്തപുരത്തിൽ കയറി തിത്തിത്താര തിത്തിത്തൈ പ്രാക്ടീസ് ചെയ്തു. ആ സമയം അന്തപുരത്തിലേക്ക് കയറി വന്ന അന്നത്തെ മഹാരാജാവ്, ഇയാളുടെ മുതുമുത്തച്ഛൻ, ഞങ്ങളെ രണ്ടുപേരെയും വെട്ടിക്കൊന്നു. പാവം എന്റെ ദേവസ്യേട്ടൻ വെട്ടുകൊണ്ട് എന്റെ മടിയിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു. ഈ രാജകുടുംബം ഞാൻ കുട്ടിച്ചോറാക്കും. ഇവിടുത്തെ രാജാവിന്റെ ചോര ഞാൻ കുടിക്കും. നാളെ അമാവാസി ഇവനെ കൊന്ന് ഇവന്റെ രക്തത്തെ കുടിച്ച് ഞാൻ പ്രതികാരം ചെയ്യും. കള്ളിയങ്കാട്ട് ജിജിമോളെ, എന്റെ കണ്ണിലെ കോപാഗ്നിയിൽ എരിഞ്ഞ് വെണ്ണീറാകും മുമ്പ് നീ ഒഴിഞ്ഞു പോകും. വന്ന കാര്യം നടത്തിയിട്ടേ ഈ ജിജിമോളി ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ. ഒന്നും കടവന്നേ, ഒരുപാട് എപ്പിസോഡ് ചെയ്ത് ഞാൻ ഷൈൻ ചെയ്ത് നിൽക്കാണ്. എന്റെ വില കളയരുത്, ഒന്ന് ഒഴിഞ്ഞു പോ. ഇല്ല, പോകില്ല. അധികം ദൂരേക്കൊന്നും ഒഴിയണ്ട, ഇവിടെ എവിടെയെങ്കിലും ഒഴിഞ്ഞാ മതി. പോകില്ലെന്ന് തന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. ഇവളുടെ കയ്യിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടേ പോകണമെന്നാ തോന്നണത്. രാജാവേ, എന്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്, എന്റെ കയ്യിൽ സോഡയുണ്ട്. ആ കുപ്പിയല്ല ഈ കുപ്പി. ഇതിൽ ഞാൻ ശക്തമായി മന്ത്രം ജപിച്ച വെള്ളമാണ്. ഇതിലൊരു കവിൾ അവളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. അവളുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധ താനേ പുറത്തു പോകും. പക്ഷേ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു തുള്ളി പോലും മറ്റാരുടെയും വയറ്റിനകത്ത് പോകരുത്. പോയാലെന്താ? ഇതിലൊരു തുള്ളി അകത്ത് പോയാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ അത് രൂപമെടുത്ത് പുറത്തു വരും. അയ്യോ, എങ്കിൽ എല്ലാവരും വായട ചെയ്യുന്നോ? രാജ്ഞിക്ക് മരുന്ന് കൊടുക്കാൻ പോണു. മര്യാദക്ക് നീ ഇത് കുടിച്ചിട്ട് ഈ ദേഹം വിട്ടിറങ്ങി പുറത്തേക്ക് വരൂ. ദൈവമേ, രാജ്ഞി കുപ്പി കൊണ്ടുപോടുന്നേ. കൊണ്ടുപോയി അയ്യോ, മാന്ത്രിക മരുന്ന് കിണറ്റിലിറങ്ങി. ഇനി എന്ത് ചെയ്യും? വെള്ളം കുടിക്കണമെങ്കിൽ അങ്ങനെ മന്ത്രവെള്ളം കുടിപ്പിച്ച് എന്നെ പുറത്ത് ചാടിക്കാമെന്ന് വിചാരിക്കണ്ട. ഈ രാജാവിന്റെ ചോര കുടിച്ചേ ഞാൻ പോവൂ. അല്ലാതെ നീ ഒഴിഞ്ഞു പോവില്ല. പോകില്ല, ഉറപ്പിച്ച്. രാജാവേ, എങ്കിൽ മന്ത്രം തോറ്റിടത്തിന് തന്ത്രം പ്രയോഗിക്കാം. നമുക്കിവളെ മണിച്ചിത്രത്താഴിൽ നാഗവല്ലി ഒഴിപ്പിച്ച ശൈലിയിൽ ഒഴിപ്പിച്ച് നോക്കാടാവേ. അതിന് മോഹൻലാൽ വേണ്ടേ? വേണം, മോഹൻലാലിനെ വേണം. കത്തനാരച്ചോ, മാന്ത്രിക വടി കൊണ്ട് മോഹൻലാലിനെ വരുത്താൻ പറ്റുമോ? മാന്ത്രിക വടി വെച്ച് മോഹൻലാലിനെ വരുത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അയാളെ വെച്ചൊരു പടമെടുത്താന്. വേണമെങ്കിൽ ഞാൻ ഈ മാന്ത്രിക വടി വെച്ച് മോഹൻലാലിന്റെ ഡൂപ്പിനെ കൊണ്ടുവരാം. അതിനു മുമ്പ് ഓമകുണ്ടം തയ്യാറാക്കണം. പിന്നെ മണിച്ചിത്രത്താഴ് സ്റ്റൈലിൽ കറക്കുമ്പോൾ തിരിയണ ഒരു ഡെസ്കും വേണം. തീർന്നില്ല, യക്ഷിയെ ഹോമകുണ്ടത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ ഒരു നർത്തകനും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊട്ടാരം നർത്തകൻ പുഷ്പാങ്കദനെ വിളിക്കാം. പുഷ്പു, ആരവിടെ? കൊട്ടാരൻ നർത്തകൻ പുഷ്പാങ്കദനോട് വരാൻ പറയൂ. രാജാവേ, എന്നെ വിളിച്ചോടെ കള്ള. ചുമ്മാരിടോ, വല്ലവരും കാണൂന്ന്. അതെന്നാടാവേ? എന്തേ ഈ താടുകാരനെ പിടിച്ചില്ലേ? വേണമെങ്കിലേ ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമരക്കണ്ണന് വീത്തകട്ടാൻ വാ. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമരക്കണ്ണന് വീത്തകട്ടാൻ വാ. കുഴലൂതാൻ വാ, ഫു ഫു ഫു. കൂടിയാടാൻ വാ, ഫു ഫു ഫു. കുഴലൂതാൻ വാ, കൂടിയാടാൻ വാ. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമരക്കണ്ണന് വീത്തകട്ടാൻ വാ. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമരക്കണ്ണന് വീത്തകട്ടാൻ വാ. വെൽഡൻ പുഷ്പാങ്കദൻ, വെൽഡൻ. എന്റെ പൊന്നു പുഷ്പാങ്കദ, നമ്മുടെ രാജ്ഞിയുടെ ദേഹത്ത് കയറിയ ബാധ ഒഴിപ്പിക്കാൻ കൂടെ നീ എന്നെ സഹായിക്കണം. ഞാൻ എങ്ങനെ ബാധ ഒഴിപ്പിക്കുക? എടാ ഉവേ, നീ നൃത്തം ചെയ്ത് ഈ യക്ഷിയെ വശീകരിച്ച് ഹോമകുണ്ടത്തിൽ എത്തിക്കണം. എന്റെ ഈശ്വരന്മാരെ, അത് നടക്കുന്നു തോന്നുന്നില്ലച്ചോ. അതെന്നാടാ ഉവേ? ഒരു ആനായിരുന്നെങ്കിൽ ഞാൻ നിസ്സാരമായിട്ട് വളച്ച് എവിടെ വേണമെങ്കിലും എത്തിച്ചേനെ. ഇതൊരു പെണ്ണല്ലച്ചോ, പെണ്ണുങ്ങളെ വളക്കാൻ എനിക്കറിയില്ല. പുഷ്, നീ ഡാൻസ് ചെയ്താൽ മാത്രം മതി. ഈ യഷ്കി നിന്റെ കൂടെ പോന്നോളൂ. അപ്പോ രാജാവേ, സംഭവം മനസ്സിലായല്ലോ. കറങ്ങുന്ന മേശയിൽ രാജാവ് കിടക്കുന്നു. മേശയുടെ അടിയിൽ
രാജാവിന്റെ പ്രതിമ. പ്രതികാരം ചെയ്യാനായി യക്ഷിക്ക് നമ്മൾ വാളിട്ട് കൊടുക്കും. യക്ഷി വെട്ടാൻ നേരം ഞങ്ങൾ ചക്രം തിരിക്കും. അപ്പോൾ രാജാവ് അടിയിലും പ്രതിമ മുകളിലും വരും. രാജാവാണെന്ന് കരുതി പ്രതിമയെ വെട്ടിക്കൊന്ന് ചോര കുടിച്ച് യക്ഷി പ്രതികാരം തീർത്ത് ഒഴിഞ്ഞു പോകും. അത് വേണോ? ചക്രം തിരിഞ്ഞില്ലെങ്കിൽ വിധിയാണെന്ന് കരുതുക. രാജാവേ, ഒന്നുകൊണ്ടും പേടിക്കണ്ടടാവേ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആരവിടെ ഓമകുണ്ടം റെഡി ആവട്ടെ. അച്ചോ, പ്രോപ്പർട്ടീസായ രോമകുണ്ടം റെഡി, അല്ല ഹോമകുണ്ടം റെഡി, കറങ്ങുന്ന ഡെസ്ക് റെഡി, യേഷ്കി റെഡി, നർത്തകൻ റെഡി. പക്ഷേ പെർഫോം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ള മോഹൻലാലിന്റെ ഡ്യൂപ്പ് മാത്രം എത്തിയിട്ടില്ല. എന്നാതെ മോഹൻലാലിന്റെ ഡൂപ്പും റെഡി. സവാരി ഗിരിഗിരി ശംഭോ മഹാദേവ. അയ്യോ, ഇതാര്? കത്തനാരച്ചനോ? അച്ചോ, സുഖം തന്നെ അല്ലേ? അല്ല, ഈ യക്ഷി എവിടെ? ഓഹോ, ഇതാണ് ആ കക്ഷിയല്ലേ? രാജാവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന, രാജ്ഞിയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ഈ യക്ഷി നിസാരയല്ല. മോനെ ദിനേശ, ഈ യക്ഷി എത്ര വലിയവളാണെങ്കിലും പൂട്ടും ഞാൻ. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. അതിനുവേണ്ടി ഒരു സൈക്കാട്രിസ്റ്റും സഞ്ചരിക്കാത്ത വീതിയിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. ഇവനാണ് ഈ സൈക്കിൾ ആർട്ടിസ്റ്റ്. അച്ചോ, എല്ലാം റെഡിയല്ലേ? പിന്നെ എല്ലാം റെഡി ആടാവേ. എന്നാ പിന്നെ നർത്തകരോട് പറ, ബ്രേക്ക് ഡാൻസോ കുച്ചിപ്പുടിയോ എന്തെങ്കിലുമൊക്കെ തോന്നിവാസം കാണിച്ച യക്ഷി എങ്ങനെങ്കിലും പിടിച്ച് ഹോമകുണ്ടത്തിലേക്ക് കൊണ്ടുവരാനേ. എടോ പുഷ്പാങ്കത, നൃത്തം തുടങ്ങടോ. Ready, 1, 2, 3, start. മോളെ യക്ഷി, ദേവിടോ വന്നിരിക്കേ. നിന്നെ കൊന്ന് നിന്റെ രക്തത്തെ ഞാൻ കുടിച്ചിടുവേ. അടങ്ങ് മോളെ യക്ഷിക്കുട്ടി, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രതികാരം ചെയ്യണം. ഇയാളെ കൊല്ലണം. ഇയാളെ കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ കൊന്നു കഴിഞ്ഞാൽ നീ ദേഹം വിട്ടു പോമോ? പോകാം. സത്യമാണോ? സത്യം, സത്യം, സത്യം. അച്ചോ, ഞാൻ അവൾക്ക് വാളെറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അവൾ വെട്ടിത്തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചക്രം പിടിച്ച് തിരിച്ചോണം. ചക്രം തിരിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. യക്ഷി, ഇതാ പിടിച്ചോ വാള്. വെട്ടിക്കൊന്ന് നിന്റെ പ്രതികാരം തീർത്തോളൂ. എന്നിട്ട് ഒഴിഞ്ഞു പോ. ഒഴിഞ്ഞു പോടി. മണിച്ചിത്രത്താഴ് സിനിമ 13 തവണ കണ്ട് എന്നെയാണോടാ തെണ്ടുകളെ പറ്റിക്കാൻ നോക്കുന്നത്? ഇന്ന് കൊല്ലും ഞാൻ എല്ലാത്തിന്. നിക്കട അവിടെ. രാജാവ് കിണറ്റിൽ വീണ്. നമ്മുടെ രാജാവ് തനി സ്വഭാവത്തിൽ പുറത്തു വന്നിരിക്കുന്നേ. അനങ്ങും ജിജിമോളി അനങ്ങൂ. ദേവസ്യാശനുമായുള്ള നിന്റെ മുടങ്ങിപ്പോയ തിത്തിത്താര നമുക്ക് പൂർത്തീകരിച്ചാൽ എന്താ? റെഡി, 1, 2, 3, സ്റ്റാർട്ട്. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമരക്കണ്ണന് വീഴ്ത്തകെട്ടാൻ വാ. കൂട്ടം കൂടി ആട്ടമാടാൻ വാ, എങ്കിൽ താമരക്കണ്ണന് വീഴ്ത്തകെട്ടാൻ വാ.
മാക്സ് മീഡിയ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും സ്വാഗതം. വളരെ നന്ദി. ആദ്യമായി എനിക്ക് നന്ദി പറയാനുള്ളത് ഡോക്ടർ രജി മേനോൻ, ചെയർമാൻ ഏഷ്യാനെറ്റ്, മിസ്റ്റർ കെ മാധവൻ, MD ഏഷ്യാനെറ്റ്, ഈ അവസരം ഒരുക്കുന്നതിന് രണ്ടുപേർക്കും നന്ദി. സിദ്ദിഖ ആൻഡ് മിസ്റ്റർ ജോസ് പട്ടാര, സിദ്ദിഖയെ ഞാൻ ദയവായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് ഗിവ് ഹിം എ ബിഗ് ക്ലാപ്പ്. ഏഷ്യാനെറ്റിന്റെ റെപ്രസെന്റേറ്റീവ് മിസ്റ്റർ സുനിൽ, ഈ ഷോയുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ സമീർ, എന്റെ പാർട്ണർ മിസ്റ്റർ നിഖിൽ. താങ്ക് യു എവരിവൺ. താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് സീ യു ലേറ്റർ. പൂവാലനായി കോഴി
സലാം ഹബീബി 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 അയ്യോ